കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മിണ്ണി ആകാശത്തെ തുകുമ്പിൽ കാണാക്കുന്നേരൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാം ആശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയല്ലേ? അതെ അതെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും പറയണ്ടെന്റെ കപിലേ, പണ്ട് 100 രൂപ കൊടുത്താ ഈ സഞ്ചി നിറയെ കിട്ടുമായിരുന്നു. ഇനി ഈ സഞ്ചി നിറയണമെങ്കിലേ ചുരുങ്ങിയത് 500 രൂപ വേണം. അതെ അതെ അതെ. പണ്ടൊക്കെ പലചരക്ക് സാധനങ്ങൾക്ക് വില കൂടുന്നത് മഴ പെയ്യാതെ വിളകൾ ഉണങ്ങിപ്പോയി എന്ന് പറയുമ്പോഴായിരുന്നു. ഇപ്പോഴാണെങ്കില് വില കൂടുന്നത് നമുക്ക് തോന്നിയ പോലെയാ. ഇന്നേ മഴ പെയ്താല് മഴ പെയ്തെന്ന് പറഞ്ഞ് വില കൂടും, മഴ കുറഞ്ഞാ മഴയില്ലാന്ന് പറയും. ശരിയാണ്. വില ഇങ്ങനെ കൂടിയാ എങ്ങനെ ജീവിക്കാൻ പറ്റും? കപിലേ, കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ കർഷകർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിന് തക്ക കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടവരായി നാം ഓരോരുത്തരും മാറേണ്ടി വരും. മോട്ടു, നീ ഭൂമിയിൽ നിന്നല്ലേ ജീവിക്കണത്? നിനക്കൊരു കാര്യം അറിയൂ? എന്തിനേം കണ്ണടച്ചെതിർക്കുന്ന സമൂഹമാണ് നമ്മുടേത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകണം. എന്ത് നല്ല ആശയം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാം. പക്ഷെ ഈ കാറ്റാടിമലയിലേ ഒരു മാറ്റവും വരാൻ പോണില്ല. കപിലേ, നീ നോക്കിക്കോ, ഒരു നാൾ നമ്മുടെ കാറ്റാടിമലയെ മാറും. നോക്കിക്കോ. മഴ നന്നായി, എനിക്കത്ര പറയാനുള്ളൂ. മാറാതെ എവിടെ പോവാനാ? എന്തിനാണ് ആശാനിപ്പോ ഒരു നാട്ടുകൂട്ടം വിളിപ്പിച്ചത്? നല്ല ധാരണയുണ്ടോ ആർക്കെങ്കിലും?
കളിക്കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. വേറൊന്നും ആശാൻ പറഞ്ഞില്ല. ആശാൻ ഇതുവരെ ഓ, എണീറ്റില്ല. ഓ. ഇരിക്കാം. ഉം. ആശാൻ ഇപ്പൊ ആശാൻ വരുമോ? ഇതുവരെ എണീറ്റില്ലേ? ആ ഇതെപ്പോ വരുമായിരിക്കും. ചിലപ്പോ പ്രാർത്ഥിക്കാവും. ഒരു അനക്കില്ലല്ലോ. ആ അതെ എത്തിയല്ലോ. വന്നു. ആശാനെ? ആശാനെ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ ആശാനെ. നമസ്കാരം ആശാനെ. നമസ്കാരം ആശാനെ. എല്ലാവർക്കും നമസ്കാരം. ആ, ഇരിക്ക്. ഓ താങ്ക് യു ആശാനെ. കാറ്റാടി മലയിലെ എന്റെ കൂട്ടുകാരെ, അടിയന്തരമായി ഈ നാട്ടുകൂട്ടം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഒരു കാര്യം ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാ. കാര്യം എന്താണെന്ന് വെച്ചാ, നമ്മുടെ കാറ്റാടി മലയിലെ ഏക പലചരക്ക് കടയായ കുട്ടു സ്റ്റോഴ്സ് നാളെ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറാൻ പോകുന്നു. അതെന്താ? എന്താ, എല്ലാവർക്കും സന്തോഷായില്ലേ? അത് ശരിയാ, സന്തോഷമൊക്കെ ആയി. ഇനി മുതൽ ചില്ലറ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും കുട്ടൂസിനോട് വഴക്കിടാൻ പോകണ്ട. അതിപ്പോ ആശാനെ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അതെ ആശാനെ, എനിക്കും ഒന്നും മനസ്സിലായില്ല. കുട്ടു സ്റ്റോഴ്സിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ പണമല്ലേ നിങ്ങൾ കൊടുക്കാറ്? അത് ശരിയാണല്ലോ. ആ. എങ്കിൽ ഇനി മുതൽ നിങ്ങൾ ആരും കുട്ടൂസിന് പണം കൊടുക്കേണ്ട. അത് കലക്കി. കുട്ടു സ്റ്റോഴ്സിൽ നിന്ന് ഇനിയെല്ലാം ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടല്ലേ? പപ്പീസേ, പണം നോട്ടായിട്ട് കൊടുക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അതായത് കുട്ടു സ്റ്റോഴ്സ് നാളെ മുതൽ ഡിജിറ്റൽ ആകാൻ പോകുന്നു. ദാ, ഈ QR കോഡ് കണ്ടോ? ഇതുപോലെ ഒരെണ്ണം കുട്ടു സ്റ്റോഴ്സിലും ഒട്ടിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഫോൺ എടുത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇതിലൂടെ കടയിൽ ബില്ലടയ്ക്കുന്നു. ആശാനെ, ഇതെന്തായാലും കൊള്ളാം. കഴിഞ്ഞ ദിവസം ചില്ലറയുടെ കാര്യം പറഞ്ഞ് ഞാനും കുട്ടുവും തമ്മില് ഉടക്കിയതാ. 18 രൂപ ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടേ എനിക്ക് 18 മിഠായിയാ ബാക്കി തന്നത്. അമ്മോ, എന്നിട്ട് ആ 18 മിഠായി നീ വാങ്ങിയോ? പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല. 10-18 മിഠായി ഒറ്റയടിക്ക് തിന്നിട്ടേ എനിക്ക് ഷുഗർ വരാനല്ലേ. ശരിയാ. ദേ പപ്പീസേ, മോട്ടു, കപിൽ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. കാറ്റാടി മലയിലും ഒരു മാറ്റത്തിന്റെ കാറ്റടിക്കുന്നുണ്ട്. പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവിടെയും സംഭവിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഇനി മുതൽ കാറ്റാടി പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് കച്ചവടം ചെയ്താൽ ഈ QR കോഡ് സിസ്റ്റം വൻ വിജയമായി തീരും. അതിനായി നിങ്ങളുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കൊള്ളാം. ഇതാണല്ലേ കാറ്റാടി പേ. ആശാൻ ഇതൊക്കെ ചെയ്തല്ലോ. ദാ, കണ്ടില്ലേ? ഇപ്പോൾ എന്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ കുട്ടൂസിന്റെ അക്കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ ഇന്നലെ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് ഇപ്പോൾ ഞാൻ കൊടുത്തു. എന്നാൽ നാളെ മുതൽ എല്ലാവരും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറണം, കേട്ടോ? ശരി. ഓക്കെ ശരി. ഓക്കെ. ഇത് കൊള്ളാല്ലേ? കപിലേ, നീ കണ്ടോടാ മാറ്റം വന്നത്? കൊള്ളാം. നീയല്ലേ പറഞ്ഞത് ഒരു മാറ്റം വരൂല എന്ന്? കാറ്റാടി മലയും ഡിജിറ്റലായി. എടാ പപ്പീസേ, എന്നാലും ഉണ്ടല്ലോ, ഈ ആശാനൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അപ്ഡേറ്റഡ് ആകുന്ന സ്വപ്നത്തെ പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ ഇങ്ങോട്ട് ആശാൻ ഇങ്ങനെ പുതിയ ടെക്നോളജികൾ പഠിക്കുകയും അതെല്ലാം നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കാറ്റാടിമലയുടെ പുണ്യമാണ് നമ്മുടെ ആശാൻ എന്നാ. ഇതൊക്കെ ഈ കാറ്റാടി മലക്കാർക്ക് തീരെ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. ആശാന്റെ പ്രവർത്തനം എടുത്തുചാട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലോകത്ത് എവിടെ പോയാലും കാണും ഇതുപോലുള്ള ചില പിന്തിരിപ്പന്മാർ. നിങ്ങളൊന്നും ഈ നാടിനെ നന്നാക്കാൻ പോകുന്നവരല്ല. അല്ല പിന്നെ ഇവൻ ഇങ്ങനെ പിന്തിരിപ്പനായി പോയല്ലോ എന്റെ ദൈവമേ. ഇങ്ങോട്ട് പിടിച്ചോ. തട്ടി മടുത്തു. നല്ലൊരു ഫുട്ബോൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് കളിക്കായിരുന്നു. മോട്ട് പറഞ്ഞാ ശരി. എത്ര കാലം വെച്ച് ഈ പ്ലാസ്റ്റിക് പന്തില് തട്ടി കളിക്കണത്? അതന്നെ.
ഞാനിപ്പോൾ ഈ ഇടതുകാല് കൊണ്ടാ കളിക്കുന്നേ. എന്റെ വലതുകാൽ മൊത്തം വേദനയാ ഈ നാശം പിടിച്ച പന്തിൽ തട്ടിയിട്ട്. പാവം. പപ്പീസ്, നീ വലിയ വർത്താനൊന്നും പറയണ്ട. പഴയ ഫുട്ബോൾ പൊട്ടിയപ്പോ നീയല്ലേ പ്ലാസ്റ്റിക് പന്ത് വാങ്ങിയാ മതി എന്ന് പറഞ്ഞത്. അത് ശരിയാണല്ലോ. കപിലെ, ഒരു 10 രൂപ തികച്ചെടുക്കാൻ നമ്മുടെ ക്ലബിലില്ല. നമ്മൾ എങ്ങനെയാ ഒരു ഫുട്ബോൾ വാങ്ങണത്? ഒരു 500 രൂപ ഇല്ലാതെ നല്ലൊരു ഫുട്ബോൾ കിട്ടില്ല. എന്നാലേ ദേ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഈ പന്ത് തട്ടി തന്നെ കളിക്കാം. ഓക്കേ? ദേ എനിക്ക് മടുത്തുട്ടാ. നമുക്ക് ഇന്നത്തെ കളി നിർത്തിയാലോ? ശരിയാ. ശരിയാ, ഞാനും മടുത്തു. നമുക്ക് പോയാലോ? നമുക്ക് നിർത്താം. മതിയാക്ക്. തൽക്കാലം ഈ പന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാം. പന്തിങ്ങനെ കളിക്കാം. മസ്താനി നോക്ക്, ദേ കപിലെ, ആശ വരണ കണ്ട. നമുക്കൊരു കാര്യം ചെയ്താലാ? ഇത് നല്ല ചാൻസാ. ആശാനോട് പറഞ്ഞ് നമുക്കൊരു ഫുട്ബോൾ വാങ്ങിയാലോ? അതൊക്കെ നടക്കണ കാര്യം വലുതാണ്. നമുക്ക് ട്രൈ ചെയ്യാന്ന്. അതല്ലേ ഒരു കാര്യം. ആശാനെ, ഏതായാലും കാറ്റാടി മല മുഴുവൻ ഡിജിറ്റലായി മാറി. ഇതിനു വേണ്ടി പ്രധാന പങ്ക് വഹിച്ചത് ആശാൻ തന്നെയാണ്. അല്ല മോട്ടു? ആശാൻ തന്നെയത്. അന്ന് കുട്ടൂസു എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് സമ്മതം മൂളി, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല. ഈ കാറ്റാടി മലയിൽ ഒരു തീരുമാനം നടപ്പാക്കണമെങ്കിൽ അത് ആശാൻ വിചാരിച്ച് മാത്രമേ നടക്കുള്ളൂ. ശരിയാ. അതെ അതെ അതെ, ഞങ്ങൾക്ക് പോലും അത്ര നിശ്ചയമില്ലാത്ത ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ നന്നായി പഠിച്ച് ആശാനത് ഈ കാറ്റാടി മലയിൽ നടപ്പാക്കിയില്ലേ. മാത്രമല്ല അത് ഞങ്ങളെ പഠിപ്പിക്കുക കൂടി ചെയ്തു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ കപിലെ പപ്പീസേ? അതെ അതെ അതെ, ഞാൻ പഠിപ്പിച്ചില്ലേലും നിങ്ങളത് പിന്നീട് പഠിക്കുമായിരുന്നു. ഞാനത് കുറച്ച് വേഗത്തിലാക്കി, അത്രേ ഉള്ളൂ. അല്ല ആശാനെ, ഈ കാറ്റാടി പേ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഫുട്ബോൾ വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വാങ്ങിക്കാമെന്ന് ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്റെ പപ്പീസേ, നീ ആശാനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? നീ ആയിട്ട് ആശാനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. ആശാനൊക്കെ അറിയാവുന്നതാണ്. ശരിയാ, അതൊക്കെ ശരിയാണ്. ഇതിനകത്ത് പർച്ചേസ് ചെയ്ത് ഡിജിറ്റലായി പണമടയ്ക്കാവുന്ന ഒത്തിരി ആപ്പുകളുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. ആശാനത് അറിയുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ ആശാനതൊന്നും അറിയില്ലേ? എനിക്കറിയാം, ഇതുവരെ അതിനൊരു അവസരം വന്നിട്ടില്ല. അതാ നോക്കിയേ, ഇതിൽ ഏത് പന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് പിന്നെ ആ പന്ത് മതി. അതിന് 650 രൂപ വിലയുണ്ട്. ഒറ്റെണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്നാൽ ഇത് ബുക്ക് ചെയ്താലോ? ആശാനെ അതെന്നെ ബുക്ക് ചെയ്തോ? പാസ്വേഡ് അടിക്കണം. 4521. പൈസ പോയി. ബുക്ക്ഡ്. അങ്ങനെ ഫുട്ബോൾ ഓർഡർ ചെയ്തു. ഒറ്റ ഫുട്ബോളേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എന്നാലും എത്ര പെട്ടെന്നാണ് ഫുട്ബോൾ വാങ്ങാൻ പറ്റിയത്? ടെക്നോളജി വർദ്ധിച്ചപ്പോ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയില്ലേ? ഏതായാലും നിങ്ങൾക്ക് സന്തോഷമായല്ലോ. നല്ലൊരു ഫുട്ബോൾ അല്ലേ കിട്ടാൻ പോകുന്നത്. അതെ 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 അതെ, ആശാന്റെ നല്ല മനസ്സ്. അതെ അതെ. അല്ല ആശാൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാനേ ബാങ്ക് വരെ പോവാ. നിങ്ങളോട് സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. ആശാന്റെ ടാബ് വഴി ബാങ്കിന്റെ ആപ്പ് ഉപയോഗിക്കാമല്ലോ. വെറുതെ ബാങ്കിൽ പോയി ക്യൂ നിൽക്കണത്. പറഞ്ഞ കാര്യം ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നതാ. പക്ഷെ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചതാ. റിട്ടയർമെന്റിന്റെ ക്യാഷ് മുഴുവൻ ബാങ്കിലിട്ടിരിക്കുക. അതുകൊണ്ടൊരു പേടി. അയ്യോ ആശാനെ, 2 മിനിറ്റ് ഉണ്ടല്ലേ ഒരു ഫുട്ബോൾ പർച്ചേസ് ചെയ്തത്. ഇത് അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അതെ അതെ, ആപ്പിൽ കയറുന്നു, അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിക്കുന്നു, പിന്നെ അങ്ങ് ഉപയോഗിക്കുന്നു. അത്ര തന്നെ. എന്നാ ഇനി ബാങ്കിൽ പോകുന്നില്ല, തിരിച്ചു പോയേക്കാം. പപ്പീസിന്റെ ഒറ്റ ഡയലോഗിലാ പന്ത് ബുക്ക് ചെയ്തത്. അതെ അതെ അതെ, ആശാനിത് അറിയാലോ എന്ന ഒറ്റ ഡയലോഗ്. ആ ഒറ്റ ഡയലോഗിൽ ആശാൻ വീണു. ആ ഡയലോഗ് സൂപ്പർ ആയിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഡയലോഗ് അടിക്കുന്നതിൽ ബിരുദനല്ലേ?
പത്രത്തിൽ പഴയതുപോലെ വാർത്തകളൊന്നുമില്ല. വീണ്ടും ഉരുൾപൊട്ടി. മാനിറങ്ങാംകുന്നിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. ഇതൊക്കെ ഇന്നലെ ടാബിൽ വായിച്ച വാർത്തകളല്ലേ? പത്രങ്ങളിൽ വരുന്നതിന് എത്രയോ മുമ്പ് ഈ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലെത്തി. ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ യുഗമാണ്. ഇതിപ്പോ ആരാ? ഹലോ ഹലോ ഹലോ, ഇത് മിസ്റ്റർ വമ്പനല്ലേ? അതെ, വമ്പനാണ്. ആശാൻ എന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ വമ്പൻ, താങ്കൾ ഈ അടുത്ത കാലത്ത് ഓൺലൈൻ വഴി എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? ഉവ്വ്, ഒരു ഫുട്ബോൾ ഓർഡർ ചെയ്തിരുന്നു. മിസ്റ്റർ വമ്പൻ, താങ്കൾ ആ ഫോൺ എവിടെയെങ്കിലും ഇടത്തിൽ വെച്ച് ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യുന്നു. മിസ്റ്റർ വമ്പൻ, അതെന്തിനാണ് ഒരു വിദേശരാജ്യത്തുനിന്ന് ഫുട്ബോൾ ഓർഡർ ചെയ്ത്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ കേന്ദ്ര സഖ്യപർവ്വത കുറ്റാന്വേഷണ ഓഫീസിൽ നിന്നാണ്. എന്റെ പേര് ഗംഭീർ SSO. സാർ എന്തിനാണ് വിളിച്ചത്? താങ്കൾ വിദേശ രാജ്യത്തുനിന്ന് ഓർഡർ ചെയ്ത വസ്തു ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. വിദേശത്തുനിന്ന് താങ്കൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിരിക്കുന്നത് മയക്കുമരുന്നാണ്. മയക്കുമരുന്ന്. സാർ, ഞാൻ ഓർഡർ ചെയ്തതൊരു ഫുട്ബോളാണ്, മയക്കുമരുന്നല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. മിസ്റ്റർ വമ്പൻ, താങ്കൾ ആളെ കളിയാക്കുകയാണോ? താങ്കൾ ഓർഡർ ചെയ്ത വസ്തു മയക്കുമരുന്നാണ്. അതിപ്പോ ഞങ്ങളുടെ കൈവശമുണ്ട്. കോടികൾ വില മതിക്കുന്ന മയക്കുമരുന്ന്. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞാൻ കാറ്റാടി മലയിലെ ഒരു അംഗമാണ്. ഈ കാറ്റാടി മലക്കാർ എന്നെ വിളിക്കുന്നത് ആശാൻ എന്നാണ്. ഇവിടെ എല്ലാവരുടെയും ആശാനായി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഈ നിമിഷം മുതൽ താങ്കളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് സാർ വളരെ ദൂരല്ലേ? പിന്നെ എങ്ങനെയാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഈ നിമിഷം മുതൽ താങ്കളും താങ്കളുടെ ഫോണും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഈ ഫോണിന്റെ ക്യാമറ ഓഫ് ചെയ്യാനോ മറ്റാരെങ്കിലും വിളിക്കാനോ ഇനി പാടില്ല. മാത്രവുമല്ല, ഈ ഫോണിൽ ഇനി തൊട്ട് പോകരുത്. അപ്പോ ബാറ്ററി തീർന്നാലോ? ബാറ്ററി തീർന്നതിന് മുമ്പ് ഫോൺ ചാർജ് ചെയ്ത് വെക്കേണ്ടതും താങ്കളുടെ ഉത്തരവാദിത്തമാണ് മിസ്റ്റർ വമ്പൻ. ഓക്കെ, താങ്കളെ അറസ്റ്റ് ചെയ്തു എന്നതിന് തെളിവായിട്ട് കസ്റ്റഡി ഡീറ്റെയിൽസിന്റെ ഒരു കോപ്പി താങ്കൾക്ക് അയക്കാം. ആദ്യം താങ്കൾക്ക് ഒരു OTP വരും. അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞു തരണം, കേട്ടല്ലോ? വരട്ടെ, OTP വരട്ടെ. 28-10. ഉറക്കെ പറയണം മിസ്റ്റർ. കേട്ടോ? 28-10. ഓക്കെ, താങ്കളുടെ കസ്റ്റഡി ഡീറ്റെയിൽസ് ഉടനെ തന്നെ താങ്കളുടെ ഫോണിലെത്തും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കളുടെ അഡ്രസ് പൂരിപ്പിക്കണം, കേട്ടല്ലോ? വേഗം വേഗം. വമ്പൻ, വലിയ വീട്, കാറ്റാടി കുന്ന്, PO കാറ്റാടി മല. മിസ്റ്റർ വമ്പൻ, താങ്കൾ വളരെ കൃത്യമായി ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. ചെറിയൊരു ഫൈൻ അടച്ച് ഈ കേസിൽ നിന്നും താങ്കൾക്ക് വിട്ടുപോകാവുന്നതാണ്. താങ്കൾ അതിന് തയ്യാറാണോ? അത് ആ ഫൈൻ എത്ര വരും? 2 അല്ല 4 ലക്ഷം. 4 ലക്ഷം. 4 ലക്ഷം. 4 ലക്ഷോ? എന്റെ കർത്താവേ. മിസ്റ്റർ വമ്പൻ, 4 ലക്ഷം. മിസ്റ്റർ വമ്പൻ, എന്റെ ദൈവമേ. മിസ്റ്റർ വമ്പൻ, താങ്കൾ എവിടെയാണ്? താങ്കളെ കാണുന്നില്ലല്ലോ. മിസ്റ്റർ വമ്പൻ, 4 ലക്ഷം എനിക്ക് തരണം. അല്ലെങ്കിൽ താങ്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതായിരിക്കും. പിന്നെ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നീണ്ടുപോകും. കേസിന് പോയാലും താങ്കൾക്ക് വലിയ മെച്ചമില്ല മിസ്റ്റർ വമ്പൻ. ഡിജിറ്റൽ തെളിവുകളെല്ലാം താങ്കൾക്ക് എതിരാണ്. അത് ഓർത്തോ മിസ്റ്റർ വമ്പൻ.
സാർ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരണം. ഓക്കെ, അതുവരെ താങ്കൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. മറ്റാരെയും മിണ്ടാനോ ഫോൺ ചെയ്യാനോ പോലും പാടില്ല. അതുപോലെ ഈ ടാബിന്റെ ക്യാമറയുടെ പരിധിയിൽ നിന്ന് താങ്കൾ പുറത്തു വരരുത് കേട്ടോ. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല സാർ. 2 മണിക്കൂർ സമയം താങ്കൾക്ക് തരുന്നു. അതിനുള്ളൊരു തീരുമാനത്തിലെത്തണം. വമ്പൻ ഏകദേശം കെണി വീണു. ആശാൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആശാനെ ഫുൾ ടൈം ടാബിലെ കളി. അല്ല പിന്നെ ആശാനെ ആശാനെ എന്താ ഇത്? ടാറ്റ കളിക്കണ പോലെ. ആശാനെ നമ്മുടെ ഫുട്ബോൾ എപ്പോ വരും? അതന്നെ ആ ഫുട്ബോൾ എപ്പോ കിട്ടും പറയൂ. എന്ത് പറ്റി ആശാന്? ആശാൻ എന്തിനാ ഇങ്ങനെ കഥകളി കാണിക്കുന്നു? ഒന്നും എന്തപ്പോ ശരിയാണല്ലോ. ആശാനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താണ്ടെ ഒന്നും മിട്ടുന്നില്ല. ആശാനെ, ആശാൻ ഇത് എന്ത് പറ്റി? ആശാൻ എന്താ ഒന്നും മിണ്ടാത്തെ? ആശാനെ എന്താ ഉണ്ടായേ? ആശാൻ ഇത് എന്ത് കാണിക്കുന്നേ? നിങ്ങളുടെ ആശാൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഫോണിൽ കുത്തി ആശാന്റെ കിളി പോയിന്നാ തോന്നണേ. അതൊന്നും അല്ല, വേറെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ആശാനെ എന്താ ഉണ്ടായെന്ന് പറയൂ. എന്തു പറ്റി? എന്തിനാണ് തള്ളുന്നേ? ആശാൻ ഇതെന്താ പറ്റി? എന്തോ സംതിങ് റോങ് വെച്ചിട്ടുണ്ട് ആശാന്. ആശാനെ എന്നെ വിട്. ആശാന്റെ ഫോണിൽ എന്തോ മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. അയ്യോ, ആശാന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നു എന്നുള്ളതാ മെസ്സേജ്. നോക്കിക്കേ. എന്താണ് ഉണ്ടായേ? ആശാന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നെന്ന് പറയാശാനെ. എന്താ മിണ്ടാത്തെ? നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്റെ പൊന്ന ആശാനെ, ആ ഫുട്ബോളിന്റെ കാര്യം എന്തായി? അന്ന് ഞാൻ ഓർഡർ ചെയ്ത ഫുട്ബോളില്ലേ, അതിന് പകരം ആ കമ്പനി അയച്ചു തന്നത് മയക്കുമരുന്ന് നിറച്ചൊരു ബോക്സ് ആയിരുന്നു. സത്യപർവ്വത കുറ്റാന്വേഷണ ഏജൻസി പിടിച്ചു. ഞാനിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. മറ്റുള്ളവരോട് മിണ്ടാനോ ഈ ടാബിന്റെ ക്യാമറ പരിധിയിൽ നിന്ന് പുറത്തു പോകാനോ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. എന്നാലും ഇത് ഭയങ്കര പറ്റിക്കലായി പോയല്ലോ. നോക്കട്ടെ, എന്തോ മെസ്സേജും കൂടെ വന്നിട്ടുണ്ടല്ലോ. ആശാന്റെ അക്കൗണ്ടിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മോട്ടു, നീ ആരോട് ചോദിച്ചിട്ടാണ് ഫോൺ എടുത്തത്? ഞാനിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. നിയമം തെറ്റിക്കാൻ പാടില്ല. ആ ഫോൺ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി വെക്കി. ആശാനെ, ഡിജിറ്റൽ അറസ്റ്റോ? ആശാൻ വല്ല OTP എങ്ങാനും ഈ ടീമിന് പറഞ്ഞു കൊടുത്തിരുന്നോ? ഒരു വട്ടം പറഞ്ഞു കൊടുത്തിരുന്നു. ആശാനെ, ഇത് തട്ടിപ്പാ. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഒത്തിരി വിദ്യാസമ്പന്നരായവരെ പോലും ഇത്തരം സൈബർ ക്രിമിനൽ പറ്റിച്ചിട്ടുണ്ട്. ആശാനും ആ കെണിയിൽ വീണുപോയി. ആ ഉദ്യോഗസ്ഥന്മാർ ഓൺലൈനിലുണ്ട്, നോക്ക്. എന്റെ പൊന്നാശാനെ, അവർക്ക് വേണ്ടതേ പണമാ. ആശാന്റെ അക്കൗണ്ടിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ അവർ അടിച്ചു മാറ്റി. മിസ്റ്റർ കേട്ടോ, താങ്കളെ ഞങ്ങൾ ഡിജിറ്റലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവന്റെ ഒരു ഡിജിറ്റൽ അറസ്റ്റ്. താങ്കൾ ഈ കാണിക്കുന്ന ധിക്കാരത്തിന് വലിയ വില നൽകേണ്ടി വരും കേട്ടോ. വേറെ പണി നോക്കിയാലോ ഇവിടുന്ന്. അവന്റെ ഒരു ഡിജിറ്റൽ അറസ്റ്റ്. ഞാൻ ഈ ഫോൺ കട്ട് ചെയ്തേ നാട്ടിലെ പോലീസിനെ വിളിക്കാൻ പോവാ. അവര് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും, മനസ്സിലായോ? ഈ പരിപാടി തൽക്കാലത്തിൽ നിർത്താം. അവര് വല്ല ഒറിജിനൽ പോലീസിനെ കൊണ്ടുവന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യും. ലൈറ്റ്സ് ഓഫ്. അല്ലെങ്കിലും വിവരം വിദ്യാഭ്യാസമുള്ളവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പ. അതില്ലാത്തവരെ പറ്റിക്കാനാ ഭയങ്കര പാട്. അവരെന്ത് ചെയ്താൽ കണി വീഴില്ലെന്നേ.
ആശാനെ എത്രയും പെട്ടെന്ന് ബാങ്കിൽ വിളിച്ച് പറ്റിക്കപ്പെട്ടു എന്ന കാര്യം അറിയിക്കണം. 30 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ തടയാൻ പറയണം. ഞാനും കപിലും പോയിട്ടേ ഈ പരാതി കാറ്റാടിമല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം. പെട്ടെന്ന് നടപടിയെടുക്കാനും പറയാം. അഫീസേ, നീ ആശാന്റെ കൂടെ നിന്നോളൂ കേട്ടോ. ഓക്കെ, നീ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ആശാൻ എന്നാ ഫുട്ബോൾ ഓർഡർ ചെയ്തത്. അതെ അതെ, അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആശാനൊപ്പം ഞങ്ങൾ എപ്പോഴും കൂടി ഉണ്ടാവും. ഓക്കെ. എന്നാ ബാ, നമുക്ക് പോവാം. വാ, പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. ദേ, ആശാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോയ പണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കരുതലുകൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാ. യാതൊരു കാരണവശാലും നമുക്ക് വരുന്ന OTP മറ്റൊരാളുമായി പങ്കുവെക്കരുത്. ആശാൻ വേഗം ബാങ്കിലേക്ക് വിളിക്കുക. ഹലോ, വനരക്ഷാ ബാങ്ക് അല്ലേ? ഞാൻ വമ്പൻ. ആശാനെ, ബാങ്കുകാർ പറഞ്ഞ് ഞാൻ കേട്ടു, പണം നഷ്ടമായില്ല എന്നല്ലേ പറഞ്ഞത്? പണം നഷ്ടമാവില്ലത്രേ, ഒക്കെ തിരിച്ചു കിട്ടുന്നു. അതെ ആശാനെ, ബൈബിളിൽ പറയുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കുമെന്നാണ്. പപ്പീസേ, എന്നെ രക്ഷിക്കാനായി കർത്താവ് അയച്ചതാണ് നിങ്ങളെ എന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ആശാനെ, ആശാൻ നല്ല മനസ്സുള്ളവനാ. എന്തോ പറ്റിയടാ ഇവിടുന്ന് കരയുന്നേ? നീ കാര്യം എന്തോ പറ. നിന്നെ എന്തോ എല്ലാം പോയേ? എന്റെ പൈസ പോയെന്നാ. എങ്ങനെയാടാ പോയത്? ഞാൻ ഓറ്റിക്ക് അറിഞ്ഞെടുത്ത് പോയതാ. എത്ര രൂപ നിന്റെ ഇന്ന് പോയത്? 100 രൂപ. അയ്യേ, 100 രൂപയാണോ? എനിക്ക് 100 രൂപ വലുതാ. ഓ, നിനക്ക് 100 രൂപ വലുതാ, സമ്മതിച്ചു. പക്ഷേ ഈ നിന്നോട് ആരാടാ ഈ OTP പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്? അയാൾ എന്നോട് ഓഫർ ചെയ്തോ? ഉണ്ടോ? ഒരാൾ വലിയ കാര്യം ഓഫർ ചെയ്തപ്പോൾ അവൻ്റെ ഉണ്ടായിരുന്ന പൈസ മൊത്തം അങ്ങ് പോയി. എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പുകാരെയൊക്കെ സൂക്ഷിക്കണമെന്ന്? കള്ളന്മാരിങ്ങനെ ചുറ്റി അടിച്ചിരിക്കും. അപ്പം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം കിട്ടുവാന് 100 രൂപ പോയുള്ളൂ. ഇനി നിങ്ങളുടെ നാളെ 1000 രൂപ പോകാം, 10,000 പോകാം, ലക്ഷങ്ങൾ വരെ പോകാം. നിനക്ക് വല്ല മനസ്സിലായോ? ഇനി നീ അക്കൗണ്ടിൽ ഇടുന്ന പൈസ മൊത്തം ചിലപ്പോൾ കള്ളന്മാർ എടുത്തു പോകാൻ ആരറിയൂടാ? അയ്യോ, ഞാൻ ഇനി സൂക്ഷിക്കാം. ഒരു കാരണവശാലും ഓൺലൈൻ ത്രൂ നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ചെയ്ത് നേരിട്ട് പോയി ഇത് അന്വേഷിച്ചിട്ട് വേണം അതിനെപ്പറ്റി അത് തിരുത്താൻ. നിനക്ക് മനസ്സിലായോ? അപ്പോൾ ഈ പറ്റിയത് ഇന്ന് പറ്റിയതായിക്കോട്ടെ. ഇനി രണ്ടാമതൊരു അവസരം കൊടുക്കണോടാ. കിട്ടുന്നൊരു അബദ്ധം പറ്റി, ആശാനും അബദ്ധം പറ്റി. ഇനി നിങ്ങൾക്കത് അബദ്ധം പറ്റുമോ? പറ്റരുത്. അങ്ങനെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം. അബദ്ധം പറ്റില്ലേ കേട്ടോ? ഓക്കെ, സീ യു.